നമസ്കാരം. ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നുള്ള അതിനെക്കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സെബി, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഷെയർ മാർക്കറ്റ് സംബന്ധിച്ചോളം ഒരു പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് സെബി. സെബിയുടെ ആസ്ഥാനം ഉള്ളത് മുംബൈയിലാണ്. 1988 സെബി ആദ്യമായി നിലവിൽ വന്നത്. പക്ഷേ അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി പവറോടുകൂടി വന്നത് 1992 ഇപ്പോഴത്തെ സെബിയുടെ ചെയർപേഴ്സൺ മാധവി പൂരി ബുജാണ്, ഒരു ലേഡിയാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ, ഈ അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ടിൽ അവരെക്കുറിച്ച് അലിഗേഷനൊക്കെ അതിൽ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ മലയാളിയായ ദാമോദരൻ സാറ് സെബി ചെയർമാൻ ആയിട്ടുണ്ട്. സെബിയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിൻ്റെ ഡെവലപ്പ് ചെയ്യുക, ഷെയർ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുക, അതിന് ഫങ്ഷൻസ്. പിന്നെ രജിസ്ട്രേഷൻ, റെഗുലേഷനും, എക്സ്ചേഞ്ചുകളുടെ രജിസ്ട്രേഷനും അതിൻ്റെ റെഗുലേഷനുകളും ചെയ്യുന്നത് സെബിയാണ്. പിന്നെ ബ്രോക്കിംഗ് ഫേമുകളുടെ റെഗുലേഷൻസും ചെയ്യുന്നതും അതിൻ്റെ രജിസ്ട്രേഷനും റെഗുലേഷൻ ചെയ്യുന്നതും സെബി തന്നെയാണ്. ഫോറിൻ ഫണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് FIIs, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് DII, മ്യൂച്വൽ ഫണ്ടുകൾ, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നതും സെബി തന്നെയാണ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ടിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി എല്ലാ നടപടി സ്വീകരിക്കുന്നതും സെബി തന്നെയാണ്. സെബിയാണ് നമ്മുടെ കമ്പനികളിൽ നടക്കുന്ന തിരിമറികൾ, അഴിമതികൾ എന്ന സംബന്ധങ്ങൾ നടപടി സ്വീകരിക്കുന്നതും അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുന്നതും സെബി തന്നെയാണ്. ഇൻസൈഡർ ട്രേഡിംഗ്, ബ്രോക്കിംഗ് ഫേമുകളിൽ നടക്കുന്ന ഇൻസൈഡർ ട്രേഡിംഗ്, മ്യൂച്വൽ ഫണ്ടുകളിൽ സംഭവിക്കുന്ന ഇൻസൈഡർ ട്രേഡിങ്ങും ഇതുകൾക്കെല്ലാം നടപടി സ്വീകരിക്കുന്നത് സെബി തന്നെയാണ്. കമ്പനികളിൽ ഏതെങ്കിലും കമ്പനി മറ്റൊരു കമ്പനി മെർജ് ചെയ്യുമ്പോൾ കരാറുകളിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നടപടി സ്വീകരിക്കുന്നു. അത് കേസ് കോടതിയിലേക്ക് ആവുന്നതിന് മുമ്പ് തന്നെ അതിൽ നടപടികൾ വരുന്നത് സെബിയിൽ നിന്നാണ്. എന്തെങ്കിലും ആരെങ്കിലും വ്യക്തികളോ സ്ഥാപനങ്ങളോ ഷെയർ മാർക്കറ്റ് സംബന്ധമായി എന്തെങ്കിലും തിരിമറികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റായി കുറച്ച് കാലത്തേക്ക് മാറ്റി നിർത്തും, ബാൻ ചെയ്യും കുറച്ച് കാലത്തേക്ക്. അത് ചെയ്യുന്നത് സെബി തന്നെയാണ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഒരു റിസൾട്ട് വരാൻ പോകണം, നല്ല റിസൾട്ടാണ് എന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയുകയും അത് ആ ഷെയറുകൾ കുറേ വാങ്ങി വെക്കുകയും ആ റിസൾട്ട് വരുമ്പോൾ അത് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി ചെയ്യുന്നത്. ആ ഇൻസൈഡ് ന്യൂസ് ബേസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഇൻസൈഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഫണ്ട് മാനേജേഴ്സ് ഏതെങ്കിലും ഒരു ഷെയർ വാങ്ങാൻ പോകുമ്പോൾ അത് എന്തായാലും കയറും, ബൾക്ക് ക്വാണ്ടിറ്റിയാണ് അവർ ബൈ ചെയ്യുക. അത് മുൻകൂട്ടി അറിഞ്ഞ് അതിൽ ഇൻസൈഡ് ട്രേഡിംഗ് ആയിട്ട് ചില ആൾക്കാർ അത് യൂസ് ചെയ്യും. അത് മുൻകൂട്ടി അവർ കുറച്ച് വാങ്ങി വയ്ക്കും. അതിനുശേഷം ഈ ഫണ്ട് മാനേജേഴ്സ് ഫണ്ട് ഹൗസുകൾ ഈ ഷെയറുകൾ വാങ്ങിക്കൂട്ടുമ്പോൾ അതിൽ ഉയർച്ച വരികയും ഇവരിൽ നിന്ന് ആ സമയത്ത് വിറ്റ് ക്യാഷാക്കി പ്രോഫിറ്റ് ഉണ്ടാക്കി ചെയ്യും. ഇതിനാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത് അടുത്ത കാലത്ത് ഒരു ഫേമസ് ആയ ഒരു മ്യൂച്വൽ ഫണ്ട് ചെയ്തിട്ട് അതിൽ സ്റ്റാഫുകൾ മാനേജേഴ്സ് ചെയ്തെന്ന് അറിഞ്ഞ് അവർക്ക് ബാൻ സെബിയിൽ നിന്നൊരു ബാനിങ് വന്നിട്ടുണ്ടായിരുന്നു. സെബി ചെയർമാനെയും അതിൽ ബോർഡ് ഓഫ് അംഗങ്ങളെയും നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സെബി പറയുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്. അതിന് ഒരു സെപ്പറേറ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതുകൊണ്ട് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാനും നടപ്പാക്കാനും അവർക്ക് കഴിയും. ഇൻഡിപെൻഡൻറ്റ് ബോഡി ആയിട്ടാണ് നിലനിൽക്കുന്നത്. പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റിലും നിയന്ത്രിക്കുന്നത് സെബിയാണ്. എന്താണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടൊരു ഷെയർ ലിസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അത് ഫസ്റ്റ് ടൈം വരുന്ന ഷെയറുകൾ നിലവിൽ മാർക്കറ്റിൽ ഇല്ലാത്തതും അത് ആദ്യമായിട്ട് വന്ന് ലിസ്റ്റഡ് ആവുന്നതുമായുള്ള ഷെയറുകളാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റ് പറഞ്ഞാൽ നിലവിൽ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയറുകളെ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയും. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.